ഇപ്പോൾ വന്നൊരു വാർത്തയിലേക്കാണ്. കൊല്ലം ജോനകപ്പുറത്ത് ഉറങ്ങിക്കിടന്നവരുടെ ഇടയിലേക്ക് ബൈക്ക് ഇടിച്ചു കയറി ഭിന്നശേഷിക്കാരൻ മരിച്ചു. 9 പേർക്ക് പരിക്കേറ്റു. ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണ്. ബൈക്കോടിച്ച പള്ളിത്തോട്ടം സ്വദേശി സിബിനെ കസ്റ്റഡിയിലെടുത്തു. ദിലീപ് ദേവസിയുണ്ട് വിശദാംശങ്ങളുമായി. ദിലീപ്, എപ്പോഴായിരുന്നു ഈ സംഭവം? ഈ പരിക്കേറ്റവരുടെ നില എന്താണ്? മറ്റു വിവരങ്ങൾ? ശ്രുതി, ഇന്നലെ രാത്രി 12:30 അപകടമെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. മദ്യലഹരിയിലായ പള്ളിത്തോട്ടം സ്വദേശി സിബിനും ബൈക്ക് ഓടിച്ച കയറ്റിയത്. ഇവർ റോഡരികിൽ കിടക്കുന്ന ഒരു സംഘത്തിന്റെ ദേഹത്തോട്ടാണ് ഇവർ ബൈക്ക് ഓടിച്ച് കയറ്റിയത്. കൊല്ലത്ത് ജോനകപ്പുറം കടപ്പുറം ഭാഗത്താണ്, ബീച്ച് സൈഡിലാണ് അവർ കിടന്നിരുന്നത്. ഈ കിടന്നത് ഏറ്റവും പരിക്കേറ്റ് ആദ്യം തന്നെ പരിക്കേറ്റത് ഈ തമിഴ്നാട് സ്വദേശിയെ കൊടമംഗൽ പരശുരാമൻ, 60 വയസ്സുള്ള പരശുരാമൻ ഗുരുതരമായി പരിക്കേറ്റ അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് മരണം സംഭവിച്ചത്. 2 പേരുടെ നില ഗുരുതരമാണെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ഇവർ 2 പേരെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. 9 പേർക്ക് സാരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാത്രി 12:30 കൊല്ലത്ത് ജോനകപ്പുറത്ത് ഈ റോഡരികിൽ ഉറങ്ങിക്കിടക്കുന്ന സംഘത്തിന് നേരേക്ക് യുവാവ്, പള്ളിത്തോട്ടം സ്വദേശിയായ യുവാവ് മദ്യലഹരിയിലെത്തി വാഹനം ഓടിച്ചു കയറ്റി. നിയന്ത്രണം വിട്ടാണ് വാഹനം കയറിയതെന്നാണ് പോലീസിനോട് സിബിൻ പറഞ്ഞത്. എന്തായാലും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് സിബിൻ. 2 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. ശ്രുതി, ദിലീപ്, ഈ ഒരു ബൈക്ക് ഇടിച്ച് ഇത്രയും പേർക്ക് പരിക്കേൽക്കുക എന്ന് പറയുമ്പോൾ അതൊരു നിസ്സാര സംഭവമല്ല. രാത്രി 12:30 ഉണ്ടായൊരു സംഭവം. അപ്പോൾ ഇയാളെ അപ്പോൾ തന്നെ പിടികൂടുകയായിരുന്നോ? എന്താണ് പിന്നെ പോലീസ് പറയുന്നത്? ശ്രുതി, പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. ഇന്നലെ രാത്രി 12:30 ഇവർ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. ഈ സംഘം ഉറങ്ങിക്കിടക്കുമ്പോൾ ഈ പെട്ടെന്ന് തന്നെ ഒരു വാഹനം കയറുന്നത്. ആദ്യം തന്നെ ഈ ഉറങ്ങിക്കിടന്ന പരശുരാമന്റെ ദേഹത്തോട്ടാണ് കയറിയത്. പരശുരാമന്റെ കഴുത്തിലാണ് വാഹനം കയറിയതെന്നാണ് പറഞ്ഞത്. പിന്നീടാണ് ഈ തൊട്ടടുത്ത് കിടന്ന മറ്റു 2 പേരുടെയും അങ്ങനെ വാഹനം ഓടിച്ചു കയറി പോയിട്ടുണ്ട്. അങ്ങനെയാണ് മറ്റുള്ളവർക്ക് പരിക്കേറ്റത്. 9 പേർക്ക് സാരമായി പരിക്കേൽക്കുകയും 2 പേരുടെ നില ഗുരുതരവും പരശുരാമന്റെ മരണം സംഭവിക്കുകയുമാണ് ചെയ്തത്. മധ്യലഹരി ഇദ്ദേഹം ബൈക്കുമായി ഇവരുടെ ദേഹത്തോട്ട് വീഴുകയും പിന്നീട് ഈ കിടന്നവരിൽ തന്നെയാണ് ഇവനെ പിടിച്ചു വെക്കുക, അതായത് സിബിൻ, പള്ളിത്തോട്ട സ്വദേശിയായ സിബിനെ പിടിച്ചു വെക്കുകയും ചെയ്തു. തുടർന്ന് വലിയൊരു ജനക്കൂട്ടം അവിടേക്ക് എത്തുകയും പോലീസ് അടക്കം സ്ഥലത്തെത്തി ആണ് ഈ ഇദ്ദേഹത്തെ, അതായത് മദ്യലഹരിയിലായ സിബിനെ പോലീസിന് കൈമാറുകയും ചെയ്തു. പരിക്കേറ്റ ആളുകളെ തൊട്ടടുത്തുള്ള നാട്ടുകാരുടെ ചേർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത്. പക്ഷേ ഈ പരശുരാമനെ ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും മരിക്കുകയും ചെയ്തു. 2 പേരുടെ നില ഗുരുതരമായി അവരെ തിരുവനന്തപുരം ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. 9 പേര്, അതായത് സാരമായി പരിക്കേറ്റ 9 പേർ ഇവിടുത്തെ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സുധി, കൊല്ലം ജോനകപ്പുറത്താണ് ഉറങ്ങിക്കിടന്നവരുടെ ഇടയിലേക്ക് ബൈക്ക് ഇടിച്ചു കയറി ഭിന്നശേഷിക്കാരൻ മരിച്ചത്. 9 പേർക്കാണ് പരിക്കേറ്റത്. ഇതിൽ 2 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. ഒപ്പം ഈ ബൈക്ക് ഓടിച്ച പള്ളിത്തോട്ടം സ്വദേശി സിബിനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മദ്യലഹരിയിലായിരുന്നു ഇയാൾ എന്നാണ് പോലീസ് നൽകുന്ന വിവരം. ദിലീപ് ദേവസിയാണ് വിശദാംശങ്ങൾ നൽകിയത്.